Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയസ് ടൈപ്പ് ഓഫ് നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് പൈ ഇൻട്രാക്ഷൻ. പൈ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ പൈ ഇലക്ട്രോൺ ക്ലൗഡും വേറൊരു സിസ്റ്റത്തിനുള്ള പൈ ഇലക്ട്രോൺ ക്ലൗഡും തമ്മിലുള്ള ഇഫക്റ്റീവ് ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് പൈ ഇൻട്രാക്ഷൻ. അതിൽ നമുക്ക് വേരിയസ് വേസ് വിവിധ തരത്തിൽ നമുക്ക് ഈ പൈ ഇലക്ട്രോൺ ക്ലൗഡിനെ ഇൻട്രാക്ട് ചെയ്യിക്കാം. ഒന്നുകിൽ ഡിസ്പ്ലേസ്ഡ് മാനർ, അതായത് ഒരു ബെൻസീൻ റിങ്ങിന്റെ സെന്റർ മറ്റൊരു ബെൻസീൻ റിങ്ങിന്റെ എഡ്ജിൽ അലൈൻ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡും ഈ ഇലക്ട്രോൺ ക്ലൗഡും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. അതേപോലെ എഡ്ജ് ടു ഫേസ്, ഈ ഒരു ബെൻസീൻ റിങ്ങിന്റെ എഡ്ജും ഇതിന്റെ ഒരു ഫേസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. പിന്നെ എക്സാക്ട്ലി അബൌട്ട് ജസ്റ്റ് ലൈക്ക് ഇൻ ഫെറോസിൻ പോലെ ഒന്നിനു മേലെ ഒന്നായിട്ട് അപ്പം ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പൈ ക്ലൗഡ്സ് ഉണ്ടാകും. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് പൈപ്പ് ഇൻട്രാക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നോക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഡി പൈ പി പൈ ബോണ്ടിങ് എന്താണെന്നുള്ളത് നോക്കാം. ഡി പൈ പി പൈ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ദിസ് ആക്ച്വലി എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ക് ബോണ്ടിങ്. ബാക്ക് ബോണ്ടിങ് എന്നാണ് ഇതിനെ പറയുക. അതായത് ഓൾറെഡി ബോണ്ടഡ് ആയിട്ടുള്ള രണ്ട് ആറ്റം തമ്മിൽ അഡീഷണൽ ഒരു ഇൻട്രാക്ഷൻ വരുന്നതിനെയാണ് ബാക്ക് ബോണ്ടിങ് എന്ന് പറയാം. അപ്പം ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസൊണൻസ് വെയർ ദ സ്റ്റെബിലിറ്റി ഈസ് ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ്. ഇറ്റ് ഡസ് അഫക്ട് പ്രോപ്പർട്ടി ഓഫ് മോളിക്യൂളിന്റെ പ്രോപ്പർട്ടീനെ എഫക്ട് ചെയ്യും. ബാക്ക് ബോണ്ടിങ് വരുന്നതാണ് സ്റ്റെബിലിറ്റി കൂടും, ഹൈബ്രിഡൈസേഷനിൽ വ്യത്യാസം വരും, ഡൈപോൾ മൊമെന്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കും. പിന്നീട് ഇത് നടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൈ ബാക്ക് ബോണ്ടിങ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ഓഫ് വൺ ആറ്റം പ്രസന്റ് ഇൻ അറ്റോമിക് ഓർബിറ്റൽ. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് അവിടെ നിന്നും മറ്റൊരു ആറ്റത്തിന്റെ ആന്റി ബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺസ്, ഒരു ആറ്റത്തിന്റെ കയ്യിലുള്ള അറ്റോമിക് ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോൺസ് വേറൊരു ആറ്റത്തിന്റെ പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പി പൈ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ പി പൈ ബോണ്ട് ഇസ് ഫോംഡ് വെൻ one p orbital of each combining atom is overlapped laterally. അത് നമുക്ക് അറിയാം എങ്ങനെയാണ്. സാധാരണയുള്ള പൈ ബോണ്ടാണ് സംഭവിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ പി ഓർബിറ്റലും മറ്റൊരു ആറ്റത്തിന്റെ പി ഓർബിറ്റലും സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുമ്പം പി പൈ ബോണ്ട് ഒക്കർ ചെയ്യും. ഓക്കെ, ഇനി ഡി പൈ പി പൈ ബാക്ക് ബോണ്ടിങ് എങ്ങനെയാന്ന് ചോദിച്ചാൽ പി ഓർബിറ്റൽ ഓഫ് വൺ ആറ്റം ഓവർലാപ്പ് സൈഡ് വേസ് വിത്ത് പി ഓർബിറ്റൽ ഓഫ് അനദർ ആറ്റം. അതാണ് പി പൈ ബോണ്ടിങ്. ഇത് എപ്പോഴാണ് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ ഡി പൈ ബോണ്ടിങ്ങിലാണ് ഇതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. ഇതിൽ പി പൈ ബോണ്ടിങ് ആണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും ഡി പൈ പി പൈ ബോണ്ടിങ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ഫ്രം ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റലിന്റെ എല്ലാ ഓർബിറ്റൽസും ഫിൽഡ് ആയിരിക്കും. അതിനുള്ള അർത്ഥമുള്ള ഡി ഓർബിറ്റല് ലിഗാൻഡിന്റെ കയ്യിലുള്ള ഡി ഓർബിറ്റലിന്റെ എം ടി സ്പേസിലേക്ക് ഫിൽ ചെയ്യപ്പെടും. അതായത് നമ്മൾ കോംപ്ലക്സ് പഠിക്കുമ്പോൾ സാധാരണ പഠിക്കുന്നതാണ് ലിഗാൻഡ്സ് ആണ് ഇലക്ട്രോൺ ഡോണർ, മെറ്റൽസ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. അപ്പം മെറ്റലിന്റെ കയ്യിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട്, ലിഗാൻഡിന്റെ കയ്യിൽ ഫിൽഡ് ഉണ്ട്. ലിഗാൻഡ് എന്ത് ചെയ്യും? ഉള്ള എല്ലാ ഫിൽഡ് ഇലക്ട്രോൺസും മെറ്റലിന്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പം ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് സംഭവിക്കും. ഇനി ഇത് അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ മെറ്റലിന്റെ ഡി ഓർബിറ്റൽസ് ഒക്കെ പി ഓർബിറ്റൽ ഓഫ് ലിഗാൻഡുമായിട്ട് പാരലലി അറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് അവർ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് സൈഡിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കും? ഈ മെറ്റലിന്റെ കയ്യിലുള്ള ഡി ഓർബിറ്റൽസിനകത്തിരിക്കുന്ന ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം ലിഗാൻഡിന്റെ എം ടി ഡി ഓർബിറ്റലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഡി പൈ പി പൈ ബാക്ക് ബോണ്ടിങ് ഒക്കർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അതായത് ഒരു BH3 മോളിക്യൂളാണ്, BH3 മോളിക്യൂളാണ്. ബോറോന്റെ കയ്യിൽ 3 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. എക്സൈറ്റേഷൻ സംഭവിച്ചപ്പോൾ ഇതെല്ലാം സിംഗിൾ ഒക്കുപ്പൈഡ് ആയി.
അപ്പോൾ 3 ഹൈഡ്രജൻ ആറ്റം വരുന്നു, ഇയാൾ ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെ കൊടുക്കുന്നു, അടുത്ത ഹൈഡ്രജൻ ആറ്റം ഇവിടെ കൊടുക്കുന്നു, അടുത്തൊരു ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. BH3 വന്നാൽ പി ഓർബിറ്റൽ ഇല്ല, അപ്പൊ അതിൽ p ബോണ്ടിങ് d ബോണ്ടിങ് നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. പകരം ഹൈഡ്രജന് പകരം ഇവിടെ ഫ്ലൂറിനാണ് വരുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ആ പി ഓർബിറ്റലിനകത്താണ് ഇലക്ട്രോൺസ് ഉള്ളത്. ആ ഇലക്ട്രോൺസ് ബോറോൺ ആറ്റത്തിന്റെ പി ഓർബിറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പാരലലി നിൽക്കുകയാണ്. ഇവർക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് സൈഡ് വൈസ് ആയിട്ട് വീണ്ടും ഇന്ററാക്ട് ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് ബോണ്ടിങ്. അതിനെയാണ് നമ്മൾ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബാക്ക് ബോണ്ടിങ് എപ്പോഴും അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് BI3 will be greater than BBr3 will be greater than BCl3 greater than BF3. This is the order of Lewis acidity. Lewis acidity എന്താണ്? Lewis acidity means ability to accept an electron pair. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോറോൺ ആറ്റം ഇതിൽ ഏറ്റവും നല്ല ലൂസ് ആസിഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയഡിൻ വരുന്ന ബോറോൺ ആറ്റം ആണ് ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് കാണുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ p/d ബാക്ക് ബോണ്ടിങ് ഉപയോഗിക്കാം. ആ തിയറി പ്രകാരം ഹാലജൻ ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ബാക്ക് ബോണ്ടിങ്ങിന്റെ എഫിഷ്യൻസി കുറയും. അപ്പം ബാക്ക് ബോണ്ടിങ് ഏറ്റവും പൂർ ആയിട്ട് സംഭവിക്കുന്നത് അയഡിൻ BI3-ലായിരിക്കും. അപ്പം ബാക്ക് ബോണ്ടിങ് ഏറ്റവും നന്നായി നടന്നാൽ ബോറോണ് അത്യാവശ്യം ഇലക്ട്രോൺ കയ്യിലുണ്ട്, അപ്പൊ അയാള് സ്റ്റേബിലിറ്റിയിലേക്ക് എത്തി. പക്ഷെ അയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ബാക്ക് ബോണ്ടിങ് നന്നായി നടന്നിട്ടില്ല എങ്കിൽ ആ ബോറോൺ വീണ്ടും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പൊ അയഡിന്റെ വലിയ ആറ്റം സൈസ് കാരണം അയാള് ബോറോണുമായിട്ട് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ബാക്ക് ബോണ്ടിങ് നടക്കുന്നില്ല. അപ്പം ബോറോണിന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ ലൂസ് ആസിഡ് ആയിട്ട് നന്നായി വർക്ക് ചെയ്യും. പക്ഷെ BF3-യുടെ കേസിൽ വരുമ്പോൾ ഫ്ലൂറിനും ബോറോണും തമ്മിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് p/p ബാക്ക് ബോണ്ടിങ് ഉണ്ടാക്കുന്നു. അത് കാരണം ബോറോണിന്റെ വാലൻസി എല്ലാം ഫിൽഡ് ആണ്. അപ്പം ബോറോണിന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കുറഞ്ഞു. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ പുവർ ലൂസ് ആസിഡ്. അപ്പം ഏറ്റവും വലിയ സൈസ് ഉള്ള BI3 ആണ് ഏറ്റവും നല്ല ലൂസ് ആസിഡ്, BF3 ആണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ലൂസ് ആസിഡ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. BF3 is less than BCl3 less than or equal to BBr3, which is directly related to its electronegativity given by the order fluorine greater than chlorine greater than bromine. Okay. ഇനി അടുത്തത് ബോറോൺ ഹാലൈഡ്സ്. ബോറോൺ ഹാലൈഡ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബോറോൺ ഹാലൈഡിൽ ഇത് തന്നെയാണ്. നൈട്രജൻ്റെ 3 മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുകയാണ്. അപ്പം ഇവിടെ ബാക്ക് ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഇല്ല, കാരണം കാർബൺ ആണ്. ഇവിടെ സിലിക്കൺ ആവുന്ന സമയത്ത് p/d ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇയാൾ എന്ത് ചെയ്യും? നൈട്രജൻ സിലിക്കണിന്റെ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നു, സിലിക്കണിന്റെ d ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അപ്പം p/d ബോണ്ടിങ് ടു empty d ഓർബിറ്റൽ സിലിക്കൺ ആറ്റം ഇവിടെ സംഭവിക്കുന്നു. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നമുക്ക് മറ്റു കാർബണയിലൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കുന്നതാണ്. നമുക്കിനി ഈ ഒരു എക്സാമ്പിള് വേറെ സംഭവിക്കുന്നത്, അതായത് ഇലൈറ്റ്സിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇലൈറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അത് നമ്മൾ പഠിക്കുന്നത് വിറ്റിക് റിയാക്ഷനിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദി സിന്തറ്റിക് മെത്തേഡ് ഫോർ പ്രിപ്പയറിംഗ് alkenes where one of the reactant is an aldehyde or a ketone. ആൽഡിഹൈഡോ കീറ്റോണോ റിയാക്ട് ചെയ്യുന്ന ഒരു ഫോസ്ഫീനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനാണ് വിറ്റിക് റിയാക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ആൽക്കീൻസ്. ഇതിൽ എങ്ങനെയാണ് p/d ബോണ്ടിങ് നടക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണ ഇതില് നോക്കൂ, ഇതാണ് ഒരു ഫോസ്ഫീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഫോസ്ഫറസ് കാർബൺ ബോണ്ട് ഉണ്ട്.
ഈ ഫോസ്ഫറസ് കാർബൺ ബോണ്ടില് കാർബണില് ഫിൽഡ് ആയിട്ടിരിക്കുന്ന പി ഓർബിറ്റിലും ഫോസ്ഫറസിലെ ഡി ഓർബിറ്റിലും തമ്മിൽ ബാക്ക് ബോണ്ടിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. അതായത് ഫോസ്ഫറസിൽ നിന്ന് കാർബണിലേക്ക് ഇലക്ട്രോൺസ് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഫോസ്ഫറസിന് ഇലക്ട്രോൺ പോയത് കാരണം ഫോസ്ഫറസിന് ഒരു പോസിറ്റീവ് ചാർജ്, കാർബണ് പുതുതായിട്ട് ഇലക്ട്രോൺ ബാക്ക് ബോണ്ടിങ് വഴി കിട്ടിയത് കാരണം അതിനൊരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ കാർബൺ is negatively charged and it is nucleophilic, and phosphorus is positively charged and it is electrophilic. ഓക്കെ, ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിന്റെ പരമായിട്ട് ഇപ്പം റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ നടക്കും. ഇങ്ങനെയാണ് റിയാക്ഷൻ. ഒരു ആൽഡിഹൈഡോ കീറ്റോണോ പ്ലസ് ഫോസ്ഫീൻ, അതിൽ ഫോസ്ഫറസ് പോസിറ്റീവ് ചാർജ്, കാർബൺ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഈ ബാക്ക് ബോണ്ടിങ് കാരണമാണ് ഇതിനൊരു ചാർജ് വരുന്നത്. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് പിന്നീട് ഇയാളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്സിജൻ O മൈനസ്, ഓക്സിജൻ ഫോസ്ഫറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കാർബൺ കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് പുതിയ കാർബൺ കാർബൺ ബോണ്ട് ഉണ്ടായി. അത് പൊട്ടി ഈ ഒരു മൊയിറ്റിയും കൂടെ കണ്ടൻസ് ചെയ്ത് നമ്മൾക്കൊരു ആൽക്കീൻ കിട്ടുന്നു. അപ്പം ഇങ്ങനെയാണ് വിറ്റിക് റിയാക്ഷനിൽ ഇലൈറ്റ്സിൽ ബാക്ക് ബോണ്ടിങ് നടന്ന് ആ പ്രോഡക്റ്റിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് പി ഡി ബോണ്ടിങ്, ബാക്ക് ബോണ്ടിങ്. അത് നന്നായി പഠിക്കുക. ഇനി അടുത്തത് വേറൊരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ഉണ്ട്, നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻ കോൾഡ് ആസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ. ഡൈപോൾ, രണ്ട് പോളുള്ള ഒരു മോളിക്യൂൾ. ഇവിടെ ഒരു ഓക്സിജൻ ഒരു ചെറിയൊരു മൈനസ് ചാർജും ഹൈഡ്രജൻ ചെറിയൊരു പോസിറ്റീവ് ചാർജും. അതേപോലെ വേറൊരു വാട്ടർ മോളിക്യൂൾ വേർ ഹൈഡ്രജൻ is carrying a small positive charge and oxygen carrying a slight negative charge, and these two opposite charges will get attracted to each other. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ പുതുതായിട്ടൊരു ഇൻട്രാക്ഷൻ നടക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ആൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ ഓർ ഫ്ലൂറൈൻ, സംടൈംസ് സൾഫർ. അങ്ങനെയുള്ള ഇൻട്രാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ്, നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടിങ്, having the strength of 0 to 4 kilocalorie per mole. സാധാരണ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ 0 മുതൽ 4 വരെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ്. ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ ബി ആസ് സ്ട്രോങ് ആസ് 40 kilocalorie per mole. അതായത് ഒരു മോളിൽ നിങ്ങൾ 40 kilocalorie കൊടുത്താൽ ഈ ബോണ്ടിങ് പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടും ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കർ ചെയ്യാറുണ്ട്. ഇനി ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു വിഷ്വലി ഇംപ്ലിക്കേഷൻ ആണിത്. അതായത് ഓക്സിജന്റെ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന്റെ പോസിറ്റീവ് ചാർജ്. ഇപ്പോഴും ഓർക്കേണ്ടുന്ന കാര്യം, ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഒരു ഹൈഡ്രജൻ ഡോണർ ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ അക്സെപ്റ്റർ ഉണ്ടാവും. ഡോണർ എന്ന് പറഞ്ഞാൽ, ഡോണറിനെ ഞാൻ ഡി എന്ന് കാണിച്ചിരിക്കുന്നത്, ഡോണർ വിൽ ബി കണക്റ്റഡ് ടു എ ഹൈഡ്രജൻ ആറ്റം വിച്ച് ഈസ് ഹൈലി ലബൈൽ. അതായത് പെട്ടെന്ന് ഇളകി പോകാൻ സാധ്യതയുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് ഹൈഡ്രജൻ ഡോണർ. പിന്നെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു സ്പീഷീസും ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി ലോൺ പെയർ ഓൾസോ. അപ്പൊ അങ്ങനെയുള്ള ആ സ്പീഷീസ് അതിന് ചെറിയൊരു നെഗറ്റീവ് ചാർജ്, ഇത് എപ്പോൾ വേണോ പോവാന്നുള്ളതുകൊണ്ട് ഡോണർ ആറ്റം ആയതുകൊണ്ട് കണക്റ്റഡ് ഹൈഡ്രജൻ വിൽ ഹാവ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ബോണ്ടിങ് രണ്ട് വിധമുണ്ട്. ഇന്റർ മോളിക്കുലാർ, ഇന്റർ മീൻസ് ഡിഫറെന്റ്, ഇൻട്രാ മീൻസ് വിതിൻ വൺ മോളിക്യൂൾ. അപ്പൊ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിൽ, നമുക്ക് ഇവിടെ HF, വീണ്ടും അടുത്ത HF മോളിക്യൂള്, വീണ്ടും അടുത്ത HF മോളിക്യൂള്, HF മോളിക്യൂള്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് മോളിക്യൂളിലുള്ള ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് ആറ്റം തമ്മിലാണ് ഇന്ററാക്ഷൻ എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇന്റർ മോളിക്കുലാർ. ഇനി ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിതിൻ വൺ മോളിക്യൂൾ. അപ്പൊ ഈ മോളിക്യൂൾ നോക്കൂ, ഈ മോളിക്യൂളിന്റെ ഇവിടെ OH ഉണ്ട്, ഇവിടെ ONO ഉണ്ട്, അതായത് നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ഈ നൈട്രോ ഗ്രൂപ്പിനകത്തുള്ള ഓക്സിജൻ ആറ്റവും OH-നകത്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ വിതിൻ വൺ മോളിക്യൂൾ ഇസ് കോൾഡ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓർത്തോനൈട്രോഫീനോൾ ആണ് അതിന് എക്സാമ്പിൾ. ഇപ്പൊ ഈ എക്സാമ്പിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇത് അരോമാറ്റിക് ആക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് ഇതിനകത്ത് ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക്
കണ്ടീഷൻസ് ഫോർ ഹൈഡ്രജൻ ബോണ്ടിങ്, എന്തൊക്കെയാണ് കണ്ടീഷൻസ് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഹൈഡ്രജൻ ബോണ്ടിങ് വിൽ ബി എഫക്റ്റീവ് ഓൺലി വെൻ ഹെട്രോ ആറ്റം ഇസെഡ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കണം. അതായത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം അറ്റാച്ച് ചെയ്താൽ മാത്രമേ, ഏതെങ്കിലും ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ കണക്ട് ചെയ്തിരുന്നാൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ആറ്റം ഷുഡ് ബി സ്മോൾ ഇൻ സൈസ്. അതുകൊണ്ട് ആ പീരീഡിന്റെ താഴെ കിടക്കുന്ന ആൾക്കാർക്കൊന്നും ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ, അതായത് വേറെ ആറ്റംസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇന്ററാക്ട് ചെയ്താൽ ദാറ്റ് ബോണ്ട് വിൽ ബി വീക്ക്. കാരണം ഒന്നിന്റെ സൈസ് വളരെ കൂടുതലാണ്, ഹൈഡ്രജന്റെ സൈസ് വളരെ കുറവാണ്. അപ്പൊ കമ്പയറബിൾ സൈസ് ഉണ്ടാവണം എപ്പോഴും ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് സെക്കൻഡ് പീരീഡിനകത്തുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇത്ര ആൾക്കാർ മാത്രമേ എഫിഷ്യന്റ് ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുള്ളൂ എന്ന് പറയാൻ കാരണം. ഇനി എന്തൊക്കെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടുണ്ടാകുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടിയിലെ വ്യത്യാസം? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. പല കോമ്പൗണ്ടിന്റെയും നമുക്കറിയായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് വന്നാൽ മോളിക്യൂൾസ് കുറച്ചും കൂടെ അസോസിയേറ്റഡ് ആവും, കുറച്ചും കൂടെ സംഘടനാ ശക്തി വരും. അപ്പൊ നമ്മൾ കുറേയും കൂടെ എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ പൊട്ടിപ്പോവുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ വാല്യൂ ആണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് വാല്യൂ കൂടും. ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡിനെ അകത്തി ഗ്യാസ് മോളിക്യൂൾ ആക്കാൻ കുറേ എനർജി കൊടുക്കേണ്ടി വരും. അപ്പം ബോയിലിംഗ് പോയിന്റ് കൂടും. ഇനി എഫക്ട് ഓൺ സോലബിലിറ്റി. ചില സാധനങ്ങളൊക്കെ വാട്ടറിൽ സോലബിൾ ആകാൻ കാരണം, ഗ്ലൂക്കോസ്, യൂറിയ പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് വെള്ളത്തിൽ സോലബിൾ ആകാൻ കാരണം ഇറ്റ് ക്യാൻ ഫോം എഫിഷ്യൻ്റ്ലി ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ. അപ്പോൾ അതാണ് എഫക്ട് ഓൺ സോലബിലിറ്റി. ഇനി എഫക്ട് ഓൺ സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സ്, അത് നമുക്ക് അറിയാം. Infrared spectroscopy, you can clearly discriminate between intermolecular hydrogen bonding and intramolecular hydrogen bonding by looking at the peak at around less than 3000 nanometer. 3000 nanometer തൊട്ട് താഴെയുള്ള പീക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ ആ പീക്കിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് അത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യാൻ സഹായിക്കും. ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ ഇതൊക്കെയാണ് നോൺ കോവലന്റ് ഇന്ററാക്ഷൻ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതായത് എഫക്റ്റ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഓൺ കൺഫർമേഷൻ, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ക്ലേഡ് നോക്കി പഠിക്കുക. ക്ലേഡ് നോക്കി കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.